പാലക്കാട് വാണിയംകുളത്തെ മൂന്നംഗ കുടുംബത്തെ കാണാതായിട്ട് ഇന്ന് 8ാം ദിവസമാണ്. ശർക്കര വ്യാപാരം നടത്തുന്ന കുടുംബത്തിന് മൈസൂരുവുമായി ബന്ധമുണ്ട് എന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കർണാടക കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസിന്റെ 2 സംഘങ്ങൾ അന്വേഷണം തുടരുകയാണ്. ഗോകുൽ VS ആണ് വിവരങ്ങളുമായി പാലക്കാട് ചേരുന്നത്. ഗോകുൽ, നേരത്തെ ഇവർ പോയ വാഹനം അത് അതിർത്തി കടന്ന് പോകുന്നതും പിന്നീട് തിരികെ വരുന്നതും അതിന്റെ ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിരുന്നല്ലോ. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയും ഒക്കെ ചെയ്താണ്. ആ വാഹനത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു, ഇവർ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ കർണാടകത്തിൽ എന്നത് ഫോക്കസ് ചെയ്തുള്ള അന്വേഷണമാണോ? ഇപ്പോൾ ഇവർ കർണാടകത്തിലുണ്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്തുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈ വാഹനം പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും വഴിക്കടവ് ചുരത്തിന് സമീപം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ബാബു ഭാസ്കറും കുടുംബവും എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. 8 ദിവസമായി പോലീസിന് കാര്യമായി ഈ വാഹനം ഉപേക്ഷിക്കപ്പെട്ട വാഹനം കണ്ടെത്തിയെന്നതിനപ്പുറത്തേക്ക് മറ്റ് തെളിവുകളൊന്നും തന്നെ കൂടുതലായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ മൈസൂരിലോ കർണാടകയുടെ മറ്റു ഭാഗങ്ങളിലോ ഉണ്ട് എന്നുള്ളൊരു സംശയമാണുള്ളത്. അതിനുശേഷം ഈ ബാബു ഭാസ്കറും അതോടൊപ്പം തന്നെ ഭാര്യയും ഒരു സ്ഥലത്തും അതോടൊപ്പം തന്നെ മകൻ വാഹനവുമായി മറ്റൊരു സ്ഥലത്തേക്കും പോയി എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ്. ഇവരെവിടെയാണ് എന്നുള്ളത് വലിയ അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും മൈസൂര് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഉടൻ തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇവർ എന്തിനിങ്ങനെ മാറി നിൽക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന് ഉത്തരമായി പോലീസിന് മുന്നിൽ വരുന്നത് ഇവർക്ക് ചില കടബാധ്യതകളുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അതിനെ തുടർന്നായിരിക്കാം ഇവർ മാറി നിൽക്കുന്നത് എന്നുള്ളൊരു ഉത്തരത്തിലേക്കാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഇവരുടെ മൂത്ത മകൻ വൈശാഖ് ഭാര്യയോടൊപ്പം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം വിദേശത്തായിരുന്നു. വൈശാഖ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വൈശാഖും മൈസൂരിൽ തന്നെ തുടരുകയാണ് ഇവരെ കണ്ടെത്താനായി. ഏതായാലും നിലവിൽ ഇപ്പോഴും ഈ കുടുംബം എവിടെ എന്നുള്ള ചോദ്യത്തിന് 8 ദിവസമായിട്ടും ഉത്തരം ലഭിക്കുന്നില്ല. ശരി, ഈ കുടുംബം എങ്ങോട്ട് പോയി, എവിടെയാണുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്.